ഒരു കാലത്ത് നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇൻ്റർനെറ്റിനെ കുറിച്ചും ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് കൃത്രിമ ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മാനുഷിക ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാകും എന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. എന്താണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? മനുഷ്യനെ പോലെയുള്ള ആശയവിനിമയവും തീരുമാനമെടുക്കലും നടത്തുന്ന ഒരു കമ്പ്യൂട്ടറിനുള്ള കഴിവാണ് AI. ബിൽ ഗേറ്റ്സ് ഈ മാറ്റത്തെ പുതിയ വിപ്ലവം എന്നതുപോലെയാണ് വിശേഷിപ്പിക്കുന്നത്. AIയെക്കുറിച്ച് ബിൽ ഗേറ്റ്സിൻ്റെ പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AI ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക് അഡ്വാൻസ് ഇൻ ഡീക്കേഡ്സ്. കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും കൊണ്ടുവന്ന മാറ്റങ്ങളെക്കാൾ ശക്തമായ സാങ്കേതിക മാറ്റം തന്നെയായിരിക്കും AI കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വിദ്യാഭ്യാസം മുതൽ ആരോഗ്യരംഗം വരെ എല്ലാ വിധത്തിലും വ്യത്യാസം വരും. രണ്ടാമത്തെ പ്രസ്താവന, AI ക്യാൻ ബി ബോത്ത് എക്സൈറ്റിംഗ് ആൻഡ് ഡേഞ്ചറസ്. ഈ സാങ്കേതികവിദ്യ ഉത്സാഹം നൽകുന്നതുമാണ്, അത്രയും ഭീഷണിയുള്ളതുമാണ്. തെറ്റായ ഉപയോഗം നാം നിയന്ത്രിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം ഭാവിയെ ബാധിക്കും. വിൽ അസിസ്റ്റ് ലൈക്ക് എ കോ പൈലറ്റ്. അധ്യാപകർക്കും ഓരോ കുട്ടിയുടെയും പഠനശൈലി അവരുടെ രീതിയിൽ, അവരുടെ ലെവൽ അനുസരിച്ച് പഠനശൈലി രൂപപ്പെടുത്താനും മനസ്സിലാക്കാനും ഡോക്ടർമാർക്ക് രോഗനിർണയത്തിനും എല്ലാം AI ഉപയോഗിക്കുവാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ ഭീഷണിയും ഉത്തരവാദിത്വമെന്നല്ലേ? തൊഴിലുകൾ നഷ്ടപ്പെടുന്നത്, വ്യാജവിവരങ്ങൾ വ്യാപിക്കുന്നത്, വ്യക്തിഗത ഡാറ്റ ദുരുപയോഗം, ഇവയെല്ലാം AIയുടെ കുഴപ്പങ്ങളാണ്. അതിനാൽ തന്നെ ബിൽ ഗേറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നു, വി ഷുഡ് നോട്ട് ഫിയർ AI ബട്ട് മാനേജ് ഇറ്റ് വൈസ്ലി. AI എന്നത് ഒരു ഉപകരണം മാത്രമാണ്. അതിൻ്റെ ഗുണവും ദോഷവും മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്നു. ഒരേ കത്തിൽ നാം ഭക്ഷണം പാകം ചെയ്യാം, അല്ലെങ്കിൽ ആളെ പരികൽപ്പിക്കാം. AI ഭാവിയെ മാറ്റും, എന്നാൽ നമ്മളാണത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ബിൽ ഗേറ്റ്സിൻ്റെ ഈ പാഠം നമ്മളെ ചിന്തിപ്പിക്കട്ടെ.